Good morning, my dear students. Today we are going to discuss about the question paper discussion related to the chapter Organization of the Data. Organization of the Data എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടുള്ള സമ്മറി സബ്സ്റ്റൻസ് തുടങ്ങിയവയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഓൾറെഡി അറിയാം സ്റ്റാറ്റിസ്റ്റിക്സിലെ the meaning of statistics in the singular sense is a method, statistical methods like collection, presentation, analysis and interpretation of the numerical data എന്നുള്ള ഡെഫിനിഷൻ നിങ്ങൾ അതിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് നമ്മൾ കളക്ട് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്ന ഡാറ്റയെ എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ആട്രിബ്യൂട്ട്സ് ആൻഡ് റിസംബ്ലൻസ് അനുസരിച്ച് കൊണ്ട് വേർതിരിക്കുന്ന പ്രോസസ്സിനെയാണ് ഏതെന്ന് പറയുന്നത് ക്ലാസിഫിക്കേഷൻ. ക്ലാസിഫിക്കേഷൻ ഈസ് ദ അറേഞ്ച്മെൻറ്റ് ഓഫ് ദ കളക്റ്റഡ് ഡാറ്റ ഇൻ എ ആട്രിബ്യൂട്ട്സ് ഇൻ എ സിസ്റ്റമാറ്റിക് മാനർ. Classification means the arrangement of the data based on the attributes and resemblance. അല്ലേ, ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ കളക്ട് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്ന ഡാറ്റയെ അതിൻ്റെ പ്രത്യേകതകളും അതേപോലെ തന്നെ സ്വഭാവ സവിശേഷതകളും അനുസരിച്ചുകൊണ്ട് വേർതിരിക്കുന്ന പ്രോസസ്സിനെയാണ് ഇതെന്ന് പറയുന്നത് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ആ ക്ലാസിഫിക്കേഷൻ നടക്കുന്ന ഒരു പ്രോസസ്സാണ് ഏതെന്ന് പറയുന്നത് ഓർഗനൈസേഷൻ ഓഫ് ദ ഡാറ്റ എന്ന് പറയുന്നത്. ഇനി ഓർഗനൈസേഷൻ ഓഫ് ദ ഡാറ്റയെ ഡിസ്കസ് ചെയ്യുമ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഏറ്റവും ആദ്യം വരുന്നൊരു ഭാഗമാണ് ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ. ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ, ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ, ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ, ജോഗ്രഫിക്കൽ ക്ലാസിഫിക്കേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് വ്യത്യസ്ത ടൈപ്പ് ക്ലാസിഫിക്കേഷൻ അതിലുണ്ട്. അപ്പോൾ അതിനെ ബേസ് ചെയ്തുകൊണ്ട് പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ വരാറുണ്ട്. ദെൻ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന ടോപ്പിക്ക് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത് വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് വേരിയബിൾസ് എന്ന് പറയുന്നത്. എനിത്തിങ് undergoes changes, any variable, any item, any value have changes is occur, it is known as the variable എന്ന് പറയാറുണ്ട്. അപ്പോൾ അതിൽ കണ്ടിന്യൂസ് വേരിയബിളും ഉണ്ട്, ഡിസ്ക്രിറ്റ് വേരിയബിളും എന്ന് പറഞ്ഞ രണ്ട് ടൈപ്പ് വേരിയബിൾ ഉണ്ട്. ദെൻ നെക്സ്റ്റ് ടോപ്പിക് ആയിട്ട് ആ ചാപ്റ്ററിൽ വരുന്ന ഒരു ഭാഗമാണ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ സീരീസ് എന്ന് പറയുന്നത്. Statistical series are classified into three: individual series, discrete series and continuous series. We already know, അല്ലേ, നിങ്ങൾക്ക് അറിയാം എന്താണ് ഇൻഡിവിജ്വൽ സീരീസ്, എന്താണ് ഡിസ്ക്രീറ്റ് സീരീസ്, എന്താണ് കണ്ടിന്യൂസ് സീരീസിൻ്റെ ഫോർമാറ്റ് നിങ്ങൾക്കറിയാം. ദെൻ നെക്സ്റ്റ് പോയിന്റ് ആ ചാപ്റ്ററിൽ വരുന്നത് ഫ്രീക്വൻസി ആൻഡ് ഫ്രീക്വൻസി അറേ എന്ന് പറയുന്നതുണ്ട്. ഫ്രീക്വൻസി അറേ ആൻഡ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. അറേഞ്ച്മെന്റ് ഓഫ് ദ ഡാറ്റ ഇൻ ടു അസെൻഡിങ് ഓർ ഡിസെൻഡിങ് ഓർഡർ. തന്നിരിക്കുന്ന ഡാറ്റയെ അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ മാറ്റുന്ന അല്ലെങ്കിൽ പ്രോസസ്സാണ് അറേ എന്ന് പറയുന്നത്. ഫ്രീക്വൻസി അറേ എന്ന് പറയുന്നത് ആ അസെൻഡിങ് ഓർഡറോ ഡിസെൻഡിങ് ഓർഡറിൽ അതിൻ്റെ എത്ര എണ്ണം വന്നു എന്നതിനനുസരിച്ച് കൊണ്ട് ടാലി മാർക്ക് ചെയ്തുകൊണ്ട് വരുന്നതാണ് ഫ്രീക്വൻസി അറേ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ടോപ്പിക്കായിട്ട് ആ ചാപ്റ്ററിൽ വരുന്ന ഭാഗമാണ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഈസ് ദ ഡാറ്റയെ അല്ലെങ്കിൽ നമുക്ക് ലഭിക്കുന്ന ഇൻഫർമേഷനെ ഡാറ്റയെ എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ക്ലാസ്സുകളാക്കിയിട്ടും അതേപോലെ തന്നെ ഡിസ്ക്രീറ്റ് സീരീസോ അല്ലെങ്കിൽ കണ്ടിന്യൂസ് സീരീസോ ഒക്കെ ആക്കി മാറ്റുന്ന പ്രോസസ്സാണ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ നടത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില പോയിന്റുകൾ അതിൽ പറയുന്നുണ്ട്. എന്തൊക്കെയാണ് അതിൻ്റെ ലോവർ ലിമിറ്റ്, ക്ലാസ് ലിമിറ്റുകൾ, മിഡ് പോയിന്റ് ഓഫ് ദ ക്ലാസ് ഫ്രീക്വൻസി അല്ലെങ്കിൽ ക്ലാസ് ഇൻ്റർവെല്, മിഡ് ഡിസ്ട്രിബ്യൂഷൻ. അല്ലേ, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, 2-3 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഹൗ ടു പ്രിപ്പയർ എ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ, എങ്ങനെയാണ് ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ നിർമ്മിക്കുന്നത് എന്നുള്ളതുണ്ട്. അപ്പോൾ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ നിർമ്മിക്കേണ്ട ഭാഗങ്ങൾ നമ്മൾ അതിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സൈസ് ഓഫ് ദ ക്ലാസ്, അതേപോലെ തന്നെ ഫിക്സേഷൻ ഓഫ് ലോവർ ലിമിറ്റ് ആൻഡ് അപ്പർ ലിമിറ്റ്, മിഡ് പോയിന്റ് ഓഫ് ദ ക്ലാസ്, ഫ്രീക്വൻസി, ക്ലാസ് ഇൻ്റർവെല് തുടങ്ങിയിട്ടുള്ള ടേമുകളെ കുറിച്ച് വിശദീകരിക്കണം. ദെൻ നെക്സ്റ്റ് ടോപ്പിക്കായിട്ട് വരുന്നത് ഇൻക്ലൂസീവ് സീരീസ് ആൻഡ് എക്സ്ക്ലൂസീവ് സീരീസ്. ഇൻക്ലൂസീവ് സീരീസും എക്സ്ക്ലൂസീവ് സീരീസും എന്താണെന്നുള്ളത് പറയുന്നുണ്ട്. ഇൻക്ലൂസീവ് സീരീസിൻ്റെ പ്രത്യേകത upper limit of the first class not repeated in the lower limit of the next class. എന്നാൽ ഇൻക്ലൂസീവ് സീരീസ് ആണെന്നുണ്ടെങ്കിൽ എക്സ്ക്ലൂസീവ് സീരീസ് ആണെങ്കിൽ ഫസ്റ്റ് ക്ലാസ്സിൻ്റെ അപ്പർ ലിമിറ്റ് നെക്സ്റ്റ് ക്ലാസ്സിൻ്റെ ലോവർ ലിമിറ്റ് ആയിട്ട് വരുന്നു, അല്ലേ. ഫസ്റ്റ് ക്ലാസ്സിൻ്റെ അപ്പർ ലിമിറ്റ് നെക്സ്റ്റ് ക്ലാസ്സിൻ്റെ ലോവർ ലിമിറ്റ് ആയിട്ട് വരുന്നതാണ് ഏതെന്ന് പറയുന്നത്
നമ്മൾ എക്സ്ക്ലൂസീവ് സീരീസ് എന്ന് പറയും. അപ്പോൾ ഇൻക്ലൂസീവ് സീരീസിനെ എക്സ്ക്ലൂസീവ് സീരീസിലേക്ക് ആക്കാനും അതേപോലെ തന്നെ കുമുലേറ്റീവ് സീരീസിലേക്ക് മാറ്റാനും പിന്നെ അതേപോലെ തന്നെ അരിത്തമെറ്റിക് ലൈൻ ഗ്രാഫ് അരിത്തമെറ്റിക് ബൈവേരിയേറ്റ് ഡിസ്ട്രിബ്യൂഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇതിൽ വരുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുവിധം എല്ലാ ടോപ്പിക്കും ഞാൻ ഇപ്പോൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇതൊക്കെയാണ് അതിൻ്റെ കണ്ടൻസിൽ വരുന്നത്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് ഇതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് ആണ്. അത് ഏറ്റവും ആദ്യം ഫസ്റ്റ് ഓഫ് ഓൾ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദ 1 മാർക്ക് ക്വസ്റ്റ്യൻസ്. 1 മാർക്ക് ക്വസ്റ്റ്യൻസിൽ ഫസ്റ്റ് വൺ അണ്ടർ ഇൻക്ലൂസീവ് മെത്തേഡിൽ ഓപ്ഷൻസ് എന്നുണ്ട്. അപ്പർ ക്ലാസ് ലിമിറ്റ് ഈസ് എക്സ്ക്ലൂഡഡ്, ലോവർ ക്ലാസ് ലിമിറ്റ് ഈസ് എക്സ്ക്ലൂഡഡ്, ലോവർ ക്ലാസ് ലിമിറ്റ് ഈസ് ഇൻക്ലൂഡഡ്, നൺ ഓഫ് ദി എബവ്. അപ്പോൾ ഇവിടെ അണ്ടർ ഇൻക്ലൂസീവ് മെത്തേഡിൽ ലോവർ ക്ലാസ് ലിമിറ്റ് ഈസ് ഇൻക്ലൂഡഡ്, ലോവർ ക്ലാസ് ലിമിറ്റ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഇൻക്ലൂസീവ് സീരീസിൽ ലോവർ ക്ലാസ് ലിമിറ്റാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. ദെൻ സെക്കൻഡ് വൺ വിച്ച് ഓഫ് ദ ഫോളോയിങ് ആൾട്ടർനേറ്റീവ് ഈസ് ട്രൂ. ഇവിടെ തന്നിരിക്കുന്ന ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ളത്? ഒന്ന്, ദ ക്ലാസ് മിഡ് പോയിന്റ് ഈസ് ഈക്വൽ ടു, ക്ലാസിൻ്റെ മിഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ദ ആവറേജ് ബിറ്റ്വീൻ ദ അപ്പർ ക്ലാസ് ലിമിറ്റ് ആൻഡ് ദ ലോവർ ക്ലാസ് ലിമിറ്റ്, ദ പ്രോഡക്റ്റ് ഓഫ് ദ അപ്പർ ക്ലാസ് ലിമിറ്റ് ആൻഡ് ലോവർ ക്ലാസ് ലിമിറ്റ്, ദ റേഷ്യോ ഓഫ് ദ അപ്പർ ക്ലാസ് ലിമിറ്റ് ആൻഡ് ദ ലോവർ ക്ലാസ് ലിമിറ്റ്, നൺ ഓഫ് ദി എബവ്. ഇവിടെ തന്നിരിക്കുന്ന 4 ഓപ്ഷൻസിൽ ഇതിൽ ഏതാണ് മിഡ് പോയിന്റ് ഈസ് ഈക്വൽ ടു എന്ന് പറയുന്നത് ഏതാണ് നോക്കാം. ആൻസർ എന്താ? ദ ആവറേജ് ബിറ്റ്വീൻ അപ്പർ ക്ലാസ് ലിമിറ്റ് ആൻഡ് ലോവർ ക്ലാസ് ലിമിറ്റ്. അപ്പോൾ മിഡ് പോയിന്റ് എങ്ങനെ കണ്ടെത്തുക? ദ സം ഓഫ് അല്ലെങ്കിൽ ആവറേജ് ഓഫ് ലോവർ ക്ലാസ് അല്ലെങ്കിൽ ലോവർ ലിമിറ്റ് ഓഫ് ദ ക്ലാസ് ആൻഡ് അപ്പർ ലിമിറ്റ് ഓഫ് ദ ക്ലാസ്. ലോവർ ലിമിറ്റിൻ്റെയും അപ്പർ ലിമിറ്റിൻ്റെയും അത് ആഡ് ചെയ്തിട്ട് അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് എങ്ങനെ കണ്ടെത്താൻ, മിഡ് പോയിന്റ് കണ്ടെത്താൻ ഉപയോഗിക്കുന്നത്. ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ആൾട്ടർനേറ്റീവ്സ് ഈസ് ട്രൂ. ഏതിനെ ബേസ് ചെയ്തിട്ട്? ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് 2 വേരിയബിൾ. ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് 2 വേരിയബിൾ, 2 വേരിയബിൾ വരുമ്പോൾ എന്താണ്? യൂണിവേരിയേറ്റ് ആണോ അതോ അല്ല? ബൈവേരിയേറ്റ് ഡിസ്ട്രിബ്യൂഷൻ, മൾട്ടിവേരിയേറ്റ് ഡിസ്ട്രിബ്യൂഷൻ ആണ് ഓഫ് ദി എബവ്. അപ്പോൾ ഇവിടെ എന്താ 2 വേരിയബിൾ തരികയാണെങ്കിൽ അതെന്താണ്? ബൈവേരിയേറ്റ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. ദെൻ ദ ഫോർത്ത് ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ആൾട്ടർനേറ്റീവ് ഈസ് ട്രൂ. വീണ്ടും ചോദിച്ചിരിക്കുകയാണ് എന്താണ്? സ്റ്റാറ്റിസ്റ്റിക്കൽ കാൽക്കുലേഷൻ ക്ലാസിഫൈഡ് ഡാറ്റ ആർ ബേസ്ഡ് ഓൺ. സ്റ്റാറ്റിസ്റ്റിക്കൽ കാൽക്കുലേഷൻ ഇൻ ക്ലാസിഫൈഡ് ഡാറ്റ are based on the actual value of the observation, the upper class limit, the lower class limit, the class midpoint. The statistical calculation in classified, നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ കാൽക്കുലേഷനൊക്കെ മെയിനായിട്ട് എടുക്കുക ഏതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ്? ദ മിഡ് പോയിന്റ് ഓഫ് ദ ക്ലാസിനെ അടിസ്ഥാനമാക്കിയിട്ടാണ്. ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ആൾട്ടർനേറ്റീവ്സ് ഈസ് ട്രൂ എന്ന് പറഞ്ഞിട്ട് ഒരു അണ്ടർ എക്സ്ക്ലൂസീവ് മെത്തേഡിൽ the upper class limit of the class is excluded in the class interval. Exclusive method ആണ്. upper class limit of the class is excluded in the class interval. upper class limit of the class is included in the class interval. The lower class limit of the class is excluded in the class interval. The lower class limit of the class is included in the class interval. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എക്സ്ക്ലൂസീവ് മെത്തേഡിൽ അപ്പർ ക്ലാസ് ലിമിറ്റ് അതിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ടോ? ഉണ്ടാവില്ല അല്ലേ? അപ്പോൾ എക്സ്ക്ലൂഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ ആൻസർ അപ്പർ ക്ലാസ് ലിമിറ്റ് ഓഫ് ദ ക്ലാസ് ഈസ് എക്സ്ക്ലൂഡഡ് ഇൻ ദ ക്ലാസ് ഇൻ്റർവെൽ. ആ ക്ലാസ് ഇൻ്റർവെല്ലിൽ ഇപ്പോൾ 0 to 10 എന്നുള്ള എടുത്തു, 10 to 20 എന്നുള്ള രീതിയിൽ എടുക്കുമ്പോൾ അപ്പർ ക്ലാസ് ആയിട്ടുള്ള ഇവിടെ 10 ഏതിലാണ് ഉൾപ്പെടുത്തുക? അത് ഫസ്റ്റ് ക്ലാസ്സിൽ ഉൾപ്പെടുത്തില്ല, സെക്കൻഡ് ക്ലാസ്സിലാണ് അത് ഉൾപ്പെടുത്തുള്ളൂ. അതുകൊണ്ടാണ് എക്സ്ക്ലൂസീവ് മെത്തേഡിൽ അപ്പർ ക്ലാസ് ലിമിറ്റ് ഓഫ് ദ ക്ലാസ് ഈസ് എക്സ്ക്ലൂഡഡ് ഇൻ ദ ക്ലാസ്. ഇവിടെ ആൻസർ നോക്കുമ്പോൾ ഒക്കെ സെയിം ആയിട്ട് തോന്നൂട്ടാ. അപ്പോൾ ശരിക്കും വായിച്ചു നോക്കണം, വായിച്ചു നോക്കിയിട്ട് ആൻസർ ചെയ്യാനേ പാടുള്ളൂ. ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ആൾട്ടർനേറ്റീവ് ഈസ് ട്രൂ. റേഞ്ച് എന്ന് പറയുന്നത് നമ്മൾ മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷനിലും വരുന്നുണ്ട്, ഈ ഓർഗനൈസേഷൻ ഓഫ് ദ ഡാറ്റ എന്ന് പറയുന്നതിലും വരുന്നുണ്ട്. ഡിഫറൻസ് ബിറ്റ്വീൻ ദ ലാർജസ്റ്റ് ആൻഡ് ദ സ്മോളസ്റ്റ് ഒബ്സർവേഷൻ ഈസിയാണ്. റേഞ്ച് എന്ന് പറയുന്നത് കുറേ ഓപ്ഷൻ ഉണ്ട്, അതൊന്ന് നമ്മൾ വായിച്ചു നോക്കുമ്പോൾ ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിലേക്ക് നോക്കണ്ട. റേഞ്ച് എന്ന് പറയുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ അപ്പർ
അല്ലെങ്കിൽ അപ്പർ ഒബ്സർവേഷൻ ആൻഡ് ലോവർ ഒബ്സർവേഷൻ. തന്നിരിക്കുന്ന സംഖ്യകളിലെ ഏറ്റവും ഹയസ്റ്റ് നമ്പറും ലോവസ്റ്റ് നമ്പറും തമ്മിലുള്ള ഡിഫറൻസ് ആണ് റേഞ്ച് എന്ന് പറയുന്നത്. ദെൻ നമുക്ക് 2 മാർക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. വാട്ട് ഈസ് എ ക്ലാസിഫിക്കേഷൻ? ഓൾറെഡി ഇത് 1 മാർക്ക് 2 മാർക്കിനൊക്കെ ചോദിക്കാം. ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ ഈസ് എ ടെക്നിക് വിത്ത് ദ ഹെൽപ്പ് ഓഫ് which data arranged into the different group or class according to some common characteristics so as to facilitate the tabulation, analysis and interpretation. നമ്മൾ അനാലിസിസും ടാബുലേഷനും ഇൻ്റർപ്രിറ്റേഷനും ഒക്കെ നടത്തുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഡാറ്റയെ അതിൻ്റെ പ്രത്യേക കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ അനുസരിച്ചുകൊണ്ട് അതിനെ വേർതിരിക്കുന്ന ടെക്നിക്കാണ് ഏതെന്ന് പറയുന്നത് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ദെൻ ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ റോ ഡാറ്റ ആൻഡ് ക്ലാസിഫൈഡ് ഡാറ്റ. റോ ഡാറ്റയും ക്ലാസിഫൈഡ് ഡാറ്റയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? റോ ഡാറ്റ എന്ന് പറയുന്നത് ദ ഡാറ്റ കളക്റ്റഡ് ഇൻ എ ഫസ്റ്റ് ടൈം, നമ്മൾ കളക്ട് ചെയ്തുകൊണ്ട് വന്നിരിക്കുന്ന ഏറ്റവും ആദ്യം കളക്ട് ചെയ്തുകൊണ്ട് വന്നിരിക്കുന്ന ഡാറ്റയാണ് റോ ഡാറ്റ. ആ റോ ഡാറ്റേനെ അതിൻ്റെ പ്രത്യേകതകളൊന്നും അനുസരിച്ചുകൊണ്ട് വേർതിരിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ നമുക്കിവിടെ നോക്കാം. റോ ഡാറ്റ കളക്റ്റഡ് ഇൻഫർമേഷൻ ഇൻ ദ ഫോം ഓഫ് ന്യൂമറിക്കൽ ഫാക്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ കളക്ട് ചെയ്തുകൊണ്ട് വന്നിരിക്കുന്ന ഡാറ്റയാണ് റോ ഡാറ്റ എന്ന് പറയുന്നത്. It is the data collected as it is without any processing. നമ്മൾ പ്രോസസ്സിംഗ് ഒന്നും നടത്താതെ കളക്ട് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്ന ഡാറ്റയാണ് റോ ഡാറ്റ. റോ ഡാറ്റ is summarized and made comprehensible is known as classified data. ആ റോ ഡാറ്റയെ ഒന്നും കൂടിയും അതിൻ്റെ ആട്രിബ്യൂട്ട്സും റിസംബ്ലൻസും ഒക്കെ അനുസരിച്ചുകൊണ്ട് സ്വഭാവ സവിശേഷതകൾ അനുസരിച്ചുകൊണ്ട് വേർതിരിക്കുന്ന പ്രോസസ്സാണ്. വേർതിരിച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്ലാസിഫിക്കേഷൻ, അങ്ങനെ ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞ് കിട്ടുന്ന ഡാറ്റയാണ് ക്ലാസിഫൈഡ് ഡാറ്റ എന്ന് പറയുന്നത്. ദെൻ ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ഫ്രീക്വൻസി ടേബിൾ ആൻഡ് ഫ്രീക്വൻസി അറേ. ഇത് പരീക്ഷയ്ക്ക് എപ്പോഴും 2-3 പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത് ചോദിച്ചിട്ടുണ്ട്. വാട്ട് ഇസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ഫ്രീക്വൻസി ടേബിൾ ആൻഡ് ഫ്രീക്വൻസി അറേ? നമുക്ക് നോക്കാം. ഫ്രീക്വൻസി ടേബിൾ ഈസ് എ ക്ലാസിഫിക്കേഷൻ ഓഫ് ദ ഡാറ്റ ഫോർ ദ കണ്ടിന്യൂസ് വേരിയബിൾ. ഇപ്പോൾ ഫ്രീക്വൻസി ടേബിൾ എന്ന് പറയുമ്പോൾ കണ്ടിന്യൂസ് വേരിയബിളുടെ രൂപത്തിൽ നമ്മൾ ഡാറ്റയെ ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ അത്തരത്തിലുള്ള ടേബിളിനെ ഫ്രീക്വൻസി ടേബിൾ എന്ന് ഉദ്ദേശിക്കുന്നു. ദെൻ ഫ്രീക്വൻസി അറേ ഈസ് എ ക്ലാസിഫിക്കേഷൻ ഓഫ് ദ ഡാറ്റ ഫോർ ഡിസ്ക്രീറ്റ് വേരിയബിൾ. എക്സ് എന്നും എഫും എന്നുള്ള രീതിയിൽ 2 ഡാറ്റ ആയിട്ട് മാറ്റുന്നത് ഡിസ്ക്രീറ്റ് വേരിയബിളാക്കി മാറ്റുമ്പോൾ ഫ്രീക്വൻസി അറേയും, ഫ്രീക്വൻസി ടേബിൾ ആണെങ്കിൽ അതെന്താണ്? കണ്ടിന്യൂസ് സീരീസിലായിട്ടുള്ള 0 to 10, 10 to 20, 20 to 30 എന്നുള്ള രീതിയിൽ തന്നിരിക്കുകയും അതിൻ്റെ ഫ്രീക്വൻസി തരികയാണെങ്കിൽ അത് ഫ്രീക്വൻസി ടേബിൾ ആണ്. ദെൻ ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ യൂണിവേരിയേറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ബൈവേരിയേറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. ഇതിൽ നിന്ന് യൂണിവേരിയേറ്റ് എന്ന് പറയുന്നതും ബൈവേരിയേറ്റ് എന്ന് പറയുന്ന ടേമിൽ നിന്ന് തന്നെ നമുക്കിതിൻ്റെ മീനിങ് മനസ്സിലായി. ബൈവേരിയേറ്റിൽ 2 ഡാറ്റാസ് ഉണ്ടായിരിക്കും, 2 ഡാറ്റകൾ ഉണ്ടായിരിക്കും. ഇതിൽ യൂണിവേരിയേറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനിൽ 1 ഡാറ്റ ആയിരിക്കും ഉണ്ടാവുക. നമുക്ക് നോക്കാം. ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ of a single variable is called univariate distribution and the frequency distribution of 2 variable is known as bivariate frequency distribution. ഇനി അടുത്തത് 5th question. The city ഒരു 45 families were surveyed for the number of domestic appliance used. Prepare a frequency array ഉണ്ടാക്കാൻ പറഞ്ഞു. അപ്പോൾ ഫ്രീക്വൻസി അറേ എന്ന് പറയുമ്പോൾ ഡിസ്ക്രീറ്റ് വേരിയബിളിൻ്റെ മോഡലാണ്. അപ്പോൾ തന്നിരിക്കുന്ന സംഖ്യകളിലെ 1 to ഇങ്ങനെ സംഖ്യകൾ തന്നിട്ടുണ്ട്. അതിനെ വേരിയബിൾ എന്ന് പറയുന്ന ഒരു ഭാഗം കൊടുത്തു. ആ വേരിയബിൾ എത്ര എണ്ണം നോക്കി. അപ്പോൾ ഇതൊരു ഡിസ്ക്രീറ്റ് വേരിയബിളിന് എക്സാമ്പിളാണ്. ഫ്രീക്വൻസി അറേ എങ്ങനെയാണ് നിർമ്മിക്കുന്നുണ്ട്? ഡിസ്ക്രീറ്റ് വേരിയബിളിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ വേരിയബിൾ എക്സ് എന്നുള്ളത് കൊടുത്തു, അതിൻ്റെ ഫ്രീക്വൻസി കൊടുത്തു. 0 എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് നോക്കി, 1 ടൈംസ്. ദെൻ 1 എന്ന് പറയുന്ന നമ്പർ എത്ര ടൈംസ്? 1, 2, then 3, 4, 5, 6 എന്നുള്ള. അപ്പോൾ ഇങ്ങനെ ഓരോ നമ്പർ എഴുതുകയും ആ നമ്പർ ഹൗ മെനി ടൈംസ് ദാറ്റ് നമ്പർ ഈസ് റിപ്പീറ്റഡ് ബേസ്ഡ് ഓൺ ഇത് അതിനെ എന്താണ് ഫ്രീക്വൻസിയും കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കണ്ടെത്താൻ പറ്റും? ഫ്രീക്വൻസി അറേ കണ്ടെത്താൻ പറ്റും. Then classification of the data is a function similar to that of the sorting letter in post office. Do you agree? Explain. ഇത് 2010, 11, 12 ഏതോ വർഷത്തിൽ ഇത് ചോദിച്ചിട്ടുണ്ട്.
നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. അപ്പോൾ പോസ്റ്റ് ഓഫീസിലെ ലെറ്റേഴ്സ് സോർട്ട് ചെയ്യുന്ന ഒരു രീതിയിലാണ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. നിങ്ങളതിന് എഗ്രി ചെയ്യുന്നുണ്ടോ? എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞു. യെസ്, എഗ്രി ചെയ്യുന്നുണ്ട്. ബിക്കോസ് എന്താ, I do agree with the statement that the classification of the data is the function similar to that sorting of the letter in a post office. പോസ്റ്റ് ഓഫീസിലെ ലെറ്റേഴ്സിനെ സോർട്ട് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ഇവിടെ ക്ലാസിഫിക്കേഷൻ ഓഫ് ദ ഡാറ്റ നടത്തുന്നത്. അപ്പോൾ ദ പ്രോസസ് ഓഫ് അറേഞ്ചിങ് ദ ഡാറ്റ ഇൻ ഗ്രൂപ്പ്സ് ഓർ ക്ലാസ് അക്കോർഡിംഗ് ടു ദ സിമിലാരിറ്റീസ് ആൻഡ് ആട്രിബ്യൂട്ട്സ് ആൻഡ് similarities and attributes, it is technically called classification. Classification is somewhat similar to that of the sorting letter in the post office. Letters collected in the post office are sorted into the different lots on the geographical base. നമ്മൾ ജോഗ്രഫിക്കൽ ക്ലാസിഫിക്കേഷൻ പറഞ്ഞു. അപ്പോൾ ജോഗ്രഫിക്കൽ ക്ലാസിഫിക്കേഷൻ്റെ അടിസ്ഥാനത്തിലാണ് പോസ്റ്റ് ഓഫീസിൽ എന്ത് ചെയ്യുന്നുണ്ട്, ലെറ്റേഴ്സ് സോർട്ട് ചെയ്യുന്നത്. ഇന്ന ഏരിയ ഓരോ ലൊക്കാലിറ്റിക്ക് അനുസരിച്ചുകൊണ്ട് ലെറ്റേഴ്സിനെ സോർട്ട് ചെയ്ത് മാറ്റി വയ്ക്കും. ആ സോർട്ട് ചെയ്ത് മാറ്റി വയ്ക്കുന്നത് പോസ്റ്റ് ഓഫീസിൻ്റെ പോസ്റ്റ്മാൻ എന്ത് ചെയ്യുന്നു, ആ ഏരിയ നോക്കിയിട്ട് കൊണ്ടുപോയിട്ട് കൊടുക്കുകയും ചെയ്യുന്നു. അപ്പോൾ പോസ്റ്റ് ഓഫീസിലെ ലെറ്റർ സോർട്ടിങ്ങും ക്ലാസിഫിക്കേഷനും ഒരേ രീതിയിൽ തന്നെയാണ്. ഇതിൻ്റെ ബാക്കി കൂടി പറയുന്നത്, then they are put into the separate bag. This classification we are trying to make different groups with the similar characteristics. Unit have the common characteristics placed on one class and the whole data are thus divided into number of classes. അപ്പോൾ നമ്മളിവിടെ പോസ്റ്റ് ഓഫീസിൽ ചെയ്യുന്ന അതേ പ്രോസസ്സ് തന്നെയാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ദ ഡാറ്റ എന്ന് പറയുന്നത്. ദെൻ ലിസ്റ്റ് ഔട്ട് ദ വേരിയബിൾസ് ആൻഡ് ആട്രിബ്യൂട്ട്സ് ഓഫ് യുവർ ഡെയിലി ലൈഫ്. നിങ്ങളുടെ ഡെയിലി ലൈഫിലെ വേരിയബിൾ ആയിട്ടുള്ളതും എനിത്തിങ് അണ്ടർഗോസ് ചേഞ്ചസ് വരുന്നതാണ് വേരിയബിളും, അതേപോലെ തന്നെ ക്വാളിറ്റിയെ ബേസ് ചെയ്തിട്ടുള്ളതാണ് ആട്രിബ്യൂട്ട്സും. അതായത് ഹൈറ്റ്, വെയ്റ്റ്, മാർക്ക്, അല്ലേ, ക്രിക്കറ്റ് സ്കോറൊക്കെ നമ്മൾ വേരിയബിളാണ്. ആട്രിബ്യൂട്ട്സിൽ കാസ്റ്റ്, റിലീജിയൻ, സെക്സ്, marital status, education, qualification, ഇതൊക്കെ എന്താണ്, നമ്മൾ ആട്രിബ്യൂട്ട്സ് ആണ്, സ്വഭാവ സവിശേഷതകളാണ്. Then there are some problems in preparing the frequency distribution on the basis of class interval. Do you agree? Justify. ക്ലാസ് ഒക്കെ തയ്യാറാക്കുമ്പോൾ ചില പ്രോബ്ലംസ് വരാറുണ്ട്. അപ്പോൾ നിങ്ങളത് എഗ്രി ചെയ്യുന്നുണ്ട്, ജസ്റ്റിഫൈ ചെയ്യാൻ പറ. അപ്പോൾ എഗ്രി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ എന്തൊക്കെയാണ് നമുക്ക് പ്രോബ്ലം വരാറുള്ളത്? നമ്പർ ഓഫ് ക്ലാസ് ഇൻ്റർവെൽ ഈസ് ഫോംഡ്. ക്ലാസ് ഇൻ്റർവെൽ എത്ര എടുക്കണം, അതേപോലെ തന്നെ സൈസ് ഓഫ് ദ ക്ലാസ് ഇൻ്റർവെൽ, ദെൻ ക്ലാസ് ലിമിറ്റ്, ഇവയൊക്കെ എടുക്കുന്ന സമയത്ത് നമുക്ക് പ്രോബ്ലം വരാറുണ്ട്. അടുത്തത് നമുക്ക് 3 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ആൻസർ ദ ഫോളോയിങ്. അറേഞ്ച്മെൻറ്റ് ദ തിങ്സ് ഇൻ അപ്രോപ്രിയേറ്റ് ഓർഡർ ആൻഡ് ടു പുട്ട് ദം ഇൻ ടു ദ ഹോമോജീനിയസ് ഗ്രൂപ്പ് ഈസ് മീൻസ്, നമ്മൾ തന്നിരിക്കുന്ന ലഭിച്ചിരിക്കുന്ന ഡാറ്റയെ ഇതിൻ്റെ ഓർഡർ അനുസരിച്ച് കൊണ്ട് നമ്മൾ അതിൻ്റെ എന്താണ് ഹോമോജീനി അതിൻ്റെ ഒരേപോലുള്ള സ്വഭാവ സവിശേഷത അനുസരിച്ച് കൊണ്ട് വേർതിരിക്കുന്നതിനെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നു. എ വേരിയബിൾ കണ്ടിന്യൂസ് വെൻ ഇറ്റ് ക്യാൻ ബി വിത്തിൻ ദ റേഞ്ച് എനി വാല്യൂ. ഇപ്പോൾ കണ്ടിന്യൂസ് രീതിയിലാണ്, കണ്ടിന്യൂസ് വേരിയബിൾ ആണെന്നുണ്ടെങ്കിൽ വിത്തിൻ ദാറ്റ് റേഞ്ച് എനി വാല്യൂ, ഏത് വാല്യൂയും അത് ആ കണ്ടിന്യൂസ് വേരിയബിളിൻ്റെ രീതിയിൽ എടുക്കുന്നുണ്ട്. എന്നാൽ ഡിസ്ക്രീറ്റ് ആണെന്നുണ്ടെങ്കിൽ അതിൽ ചില പ്രത്യേക അല്ലെങ്കിൽ ചില സിംഗിൾ വാല്യൂ മാത്രമേ അതിലെടുക്കാറുള്ളൂ. Then population refers to both frequency and cumulative frequency. അപ്പോൾ ബോത്ത് ഫ്രീക്വൻസി ആയിട്ടും കുമുലേറ്റീവ് ഫ്രീക്വൻസി ആയിട്ടും എന്തെടുക്കാറുണ്ട്, പോപ്പുലേഷൻ റെഫേഴ്സ് ടു. അങ്ങനെ 4 മാർക്ക് ക്വസ്റ്റ്യൻ. ക്യാൻ ദർ ബി എനി അഡ്വാൻറ്റേജ് ഇൻ ക്ലാസിഫൈങ് ദ തിങ്സ്, അല്ലേ? ഇങ്ങനെ ക്ലാസിഫിക്കേഷൻ നടത്തുന്നതിൻ്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്ന് ചോദിച്ചത്. ക്ലാസിഫിക്കേഷൻ നടത്തുമ്പോൾ ഇറ്റ് ഹെൽപ്സ് ഇൻ ദ കമ്പാരിസൺ ഓഫ് ദ ഡാറ്റ, ഇറ്റ് ഹെൽപ്സ് ടു അണ്ടർസ്റ്റാൻഡ് ദ റിലേഷൻഷിപ്പ് എമംഗ് ദ വേരിയബിൾസ്, it makes the statistical analysis easier, it highlighting significant features of data at a glance. ഇപ്പോൾ ക്ലാസിഫിക്കേഷൻ നടത്തുമ്പോൾ ഇത്തരത്തിലുള്ള ഗുണങ്ങൾ നമുക്കുണ്ട്. ദെൻ സ്റ്റേറ്റ് ദ മീനിങ് ആൻഡ് എക്സാമ്പിൾ ഓഫ് ദ ഫോളോയിങ്. എന്തൊക്കെയാണ് ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്താണ്, സ്പേഷ്യൽ ക്ലാസിഫിക്കേഷൻ എന്താണ്? ക്രോണോളജിക്കൽ എന്ന് പറയുന്നത് ഇറ്റ്സ് ബേസ്ഡ് ഓൺ ദ ടൈം പീരിയഡ്, ഒരു ക്രോണോളജിക്കൽ ഓർഡർ അനുസരിച്ചാണ്. സ്പേഷ്യൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് റിലേറ്റഡ് ടു എന്താ, ദ ജോഗ്രഫിക്കൽ ഏരിയ. ദെൻ ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ, ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ, നമുക്ക് ഓരോന്ന് നോക്കാം. ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ഡാറ്റ ആർ ക്ലാസിഫൈഡ് ഐദർ ഇൻ അസെൻഡിങ് ഓർ ഡിസെൻഡിങ് ഓർഡർ. അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ നമ്മൾ ഡാറ്റയെ അറേഞ്ച് ചെയ്യുന്നതാണ് എന്താണ് ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. ഇപ്പോൾ ഇന്ത്യൻ ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഇൻസിഡൻസ് ഒക്കെ നമ്മൾ ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷനിലാണ് പ്രധാനമായിട്ടും ചെയ്യാറ്. ദെൻ
എക്സാമ്പിൾ ദ പോപ്പുലേഷൻ ഓഫ് ഇന്ത്യ ഫ്രം 1951 to 2011 അല്ലേ, 1951 മുതൽ 2011 വരെയുള്ള പോപ്പുലേഷൻ്റെ റിപ്പോർട്ട് ഒരു കൊടുക്കുന്നത് ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷനാണ്. സ്പേഷ്യൽ ക്ലാസിഫിക്കേഷൻ, ദ ഡാറ്റ ക്ലാസിഫൈഡ് വിത്തിൻ ദ റെഫറൻസ് ഓഫ് ദ ജോഗ്രഫിക്കൽ ലൊക്കേഷൻ സച്ച് ആസ് കൺട്രീസ്, സ്റ്റേറ്റ്, സിറ്റീസ്, ഡിസ്ട്രിക്ട് എക്സെട്ര. അപ്പോൾ ഒരു രാജ്യത്തുള്ള പ്രോഡക്റ്റുകളുടെ അല്ലെങ്കിൽ ഉൽപ്പാദനം നടക്കുമ്പോൾ അത് ഒരു ഏരിയ വൈസോ ജോഗ്രഫിക്കൽ ഏരിയ വൈസോ ഡിസ്ട്രിക്ട് വൈസോ സ്റ്റേറ്റ് വൈസോ ഒക്കെ ഉള്ള രീതിയിൽ ക്ലാസിഫൈ ചെയ്യുമ്പോൾ അത് നമ്മൾ ജോഗ്രഫിക്കൽ ക്ലാസിഫിക്കേഷൻ എന്നല്ലെങ്കിൽ സ്പേഷ്യൽ ക്ലാസിഫിക്കേഷൻ. ദെൻ ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ്. ക്വാളിറ്റേറ്റീവ് എന്ന് പറയുന്നത് ഇറ്റ്സ് ബേസ്ഡ് ഓൺ ദ ആട്രിബ്യൂട്ട്സ് ആൻഡ് ക്വാളിറ്റീസ്. ബേസ്ഡ് ക്വാളിറ്റിയെ അടിസ്ഥാനമാക്കിയിട്ടോ ആട്രിബ്യൂട്ട്സിനെ അടിസ്ഥാനമാക്കിയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നതാണ് ഇതെന്ന് പറയുന്നത് ക്വാളിറ്റേറ്റീവ്. ദെൻ ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ വി ക്യാൻ മെഷറബിൾ, അല്ലെങ്കിൽ നമുക്ക് അളന്ന് തിട്ടപ്പെടുത്താൻ കഴിയുന്ന, മെഷർ ചെയ്യാൻ കഴിയുന്ന രീതിയിൽ ഡാറ്റയെ ക്ലാസിഫൈ ചെയ്യുന്ന രീതിയാണ് ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ. ദെൻ വാട്ട് ഈസ് ദ വേരിയബിൾ? ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ഡിസ്ക്രീറ്റ് ആൻഡ് കണ്ടിന്യൂസ് വേരിയബിൾ. പരീക്ഷയ്ക്ക് കൂടുതലായിട്ട് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. ഡിസ്ക്രീറ്റ് വേരിയബിൾ എന്താണ്, കണ്ടിന്യൂസ് വേരിയബിൾ എന്താണ്? ഏറ്റവും ആദ്യം നമുക്ക് കണ്ടിന്യൂസ് വേരിയബിൾ എന്താണെന്ന് നോക്കാം. കണ്ടിന്യൂസ് വേരിയബിൾ ക്യാൻ ടേക്ക് എനി ന്യൂമറിക്കൽ വാല്യൂ, ഇറ്റ് മേ ടേക്ക് ഇൻ്റഗ്രൽ വാല്യൂ. ഇതിൽ ഏത് വാല്യൂ വേണമെങ്കിലും അതിൽ ഉൾപ്പെടുത്താം. റേഷൻ നമ്പേഴ്സ്, ഫ്രാക്ഷൻ നമ്പേഴ്സ്, ഡെസിമൽ നമ്പേഴ്സ്, ഏത് വേണമെങ്കിലും ഈ കണ്ടിന്യൂസ് വേരിയബിൾ എന്ന് പറയുന്ന വാല്യൂവിൽ ഉൾക്കൊള്ളിക്കുന്നു. എന്നാൽ ഡിസ്ക്രീറ്റ് വേരിയബിൾ എന്ന് പറയുന്നത് ചില പ്രത്യേക വാല്യൂ മാത്രമേ, സെർട്ടൺ വാല്യൂ മാത്രമേ ഇതിൽ എടുക്കാറുള്ളൂ. ഇറ്റ് ക്യാൻ ടേക്ക് ഓൺലി സെർട്ടൺ വാല്യൂസ്. ഇറ്റ് വാല്യൂ ചേഞ്ചസ് ഓൺലി ബൈ ഫിനിറ്റ് ജംപ്സ്. അപ്പോൾ ഇറ്റ് ജംപ്സ് ഫ്രം വൺ വാല്യൂ ടു അനദർ, ബട്ട് ഇറ്റ് ഡസ് നോട്ട് ടേക്ക് എനി ഇൻ്റർമീഡിയറ്റ് വാല്യൂ ബിറ്റ്വീൻ ദം. അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത്, ഇപ്പോൾ നിങ്ങളുടെ നമ്പർ ഓഫ് സ്റ്റുഡൻസിൻ്റെ ക്ലാസ് റൂം എന്ന് പറയുന്നത് ഇപ്പോൾ 45 അല്ലെങ്കിൽ 50 ആണെങ്കിൽ 50.5 എന്നുള്ള രീതിയിൽ ഉണ്ടായിരിക്കില്ല. അപ്പോൾ 50 എന്ന് പറയുന്നത് ഒരു പൂർണ്ണസംഖ്യയാണ് അല്ലേ. അപ്പോൾ ആ ഒരു നമ്മൾ പറയുന്നത് ആ നമ്പറിൻ്റെ ഉള്ളിൽ അത് ഉൾക്കൊള്ളുന്നു. എന്നാൽ ഡിസ്ക്രീറ്റ് വേരിയബിളിൽ 50.5, 49.5 എന്നുള്ള 0.5കളൊന്നും വരില്ല. ഇപ്പോൾ നമ്പർ ഓഫ് വർക്കേഴ്സ് ഇൻ എ ഫാക്ടറി, നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ എ ക്ലാസ് റൂം, ഇതൊക്കെ ഡിസ്ക്രീറ്റ് വേരിയബിളിന് എക്സാമ്പിളാണ്. അപ്പോൾ അത് ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു നമ്പറാണ്. അതിൻ്റെ ഇടയിൽ പോയിന്റ് നമ്പേഴ്സോ ഫ്രാക്ഷൻ നമ്പേഴ്സോ റേഷൻ നമ്പേഴ്സോ നമ്മൾ പറയുന്ന ഡെസിമൽ നമ്പേഴ്സോ ഒന്നും ഇതിൻ്റെ അകത്ത് വരണം എന്നില്ല. ദെൻ അടുത്തത് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ എക്സ്ക്ലൂസീവ് മെത്തേഡ് ആൻഡ് ഇൻക്ലൂസീവ് മെത്തേഡ്. എക്സ്ക്ലൂസീവ് മെത്തേഡും ഇൻക്ലൂസീവ് മെത്തേഡ് എന്താണ് ഡിഫറൻഷിയേറ്റ് ചെയ്യാനാണ്. എക്സ്ക്ലൂസീവ് മെത്തേഡ്, അപ്പർ ക്ലാസ് ലിമിറ്റ് ഈസ് എക്സ്ക്ലൂഡഡ് ബട്ട് ലോവർ ക്ലാസ് ലിമിറ്റ് ഓഫ് ദ ക്ലാസ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ ക്ലാസ് ഇൻ്റർവൽ. അപ്പോൾ നമ്മളൊരു ക്ലാസ് ഇൻ്റർവെല്ലിൽ എടുക്കുമ്പോൾ ലോവർ ലിമിറ്റ് മാത്രമേ എടുക്കാറുള്ളൂ, അപ്പർ ലിമിറ്റ് അതിലെടുക്കില്ല. അപ്പർ ലിമിറ്റ് എന്ത് ചെയ്യുന്നു, അടുത്ത ക്ലാസ്സിൻ്റെ ലോവർ ലിമിറ്റ് ആയിട്ടാണ് പരിഗണിക്കാറ്. ഓൺ ദി അതർ ഹാൻഡ് അണ്ടർ ദ ഇൻക്ലൂസീവ് മെത്തേഡ് അപ്പർ ക്ലാസ് ലിമിറ്റ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ ക്ലാസ് ഇൻ്റർവൽ. എന്നാൽ നമ്മൾ ഇൻക്ലൂസീവ് മെത്തേഡിലാണെങ്കിൽ അപ്പർ ക്ലാസ് ലിമിറ്റും അതിൽ എന്തിൽ ഉൾക്കൊള്ളുന്ന ആ ക്ലാസ് ഇൻ്റർവെല്ലിൽ അത് ഉൾപ്പെടുത്തുന്നുണ്ട്. ദെൻ 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. ഇനി അടുത്ത ഇതിലേക്ക് പോവാം. പ്രിപ്പയർ എ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ ഇൻക്ലൂസീവ് ആൻഡ് എക്സ്ക്ലൂസീവ് മെത്തേഡ്. തന്നിരിക്കുന്ന നമ്പേഴ്സൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇൻക്ലൂസീവ് മെത്തേഡിലും എക്സ്ക്ലൂസീവ് മെത്തേഡിലും ഒരു ഇത് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഇൻക്ലൂസീവ് മെത്തേഡിലൊക്കെ ആയിട്ട് ഇൻക്ലൂസീവ് മെത്തേഡ് ആണെങ്കിൽ 0 to 9 10 to 19 ഏത് ഇപ്പോൾ ഇവിടെ ഈ കണക്കിൽ 0 to 7 8 to 14 എന്നുള്ള രീതിയിലാണ് കൊടുത്തുള്ളത്. ഇത് ഇങ്ങനെ തന്നെ വേണമെന്നില്ല. 0 to 9 10 to 19 20 to 29 30 to 39 40 to 49 എന്നുള്ള രീതിയിലേക്ക് ഇങ്ങനെ ക്ലാസ് കൊണ്ടുവരാം. അതിനെ ടാലി മാർക്ക് ചെയ്യുക. ഈ നമ്പേഴ്സ് ഓരോന്നും ഇതിൻ്റെ ഇതിൽ വരുന്നതനുസരിച്ച് ടാലി മാർക്ക് ചെയ്യുക, ഫ്രീക്വൻസി അടയാളപ്പെടുത്തുക. ദെൻ എക്സ്ക്ലൂസീവ് മെത്തേഡ് ആണെങ്കിൽ 0 to 10 10 to 20 20 to 30 30 to 40. ഇവിടെ ഈ കണക്ക് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്. ഇത് ഇങ്ങനെ തന്നെ ചെയ്യണം നിർബന്ധമൊന്നുമില്ല. എന്നിട്ട് ടാലി മാർക്ക് ചെയ്യുക, ഫ്രീക്വൻസി അടയാളപ്പെടുത്തുക. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫൈൻ ആൻഡ് ഇലിസ്ട്രേറ്റ് ദ ഇൻക്ലൂസീവ് ആൻഡ് എക്സ്ക്ലൂസീവ് മെത്തേഡ് യൂസിങ് ദ ക്ലാസിഫിക്കേഷൻ. ഇപ്പോൾ ഇവിടെ ഇൻക്ലൂസീവ് മെത്തേഡ് എക്സ്ക്ലൂസീവ് മെത്തേഡ് നമ്മൾ ഓൾറെഡി പറഞ്ഞത് തന്നെയാണ്. അപ്പോൾ ആ പറഞ്ഞത് അതിൻ്റെ തിയറട്ടിക്കൽ ഏരിയ നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ടത് ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്തുള്ളത്. തിയറട്ടിക്കൽ ഏരിയ എന്താ? ഇൻക്ലൂസീവ് മെത്തേഡ് ആണെങ്കിൽ ദ ലോവർ ലിമിറ്റ് ഓഫ് ദ ക്ലാസ് ആൻഡ് അപ്പർ ലിമിറ്റ് ഓഫ് ദ ക്ലാസ് ഉണ്ട്. അപ്പർ ലിമിറ്റ് ഓഫ് ദ ഫസ്റ്റ് ക്ലാസ് നോട്ട് റിപ്പീറ്റഡ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ് ഓഫ് ദ ലോവർ ലിമിറ്റ് അല്ലേ. ലോവർ ലിമിറ്റ് ആയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൻ്റെ ലോവർ ലിമിറ്റ് ആയിട്ട് ഇൻക്ലൂസീവ് മെത്തേഡിൽ റിപ്പീറ്റ് ചെയ്യണമെന്ന് ഇല്ല. എന്നാൽ എക്സ്ക്ലൂസീവ് സീരീസ് ആണെങ്കിൽ
upper limit of the first class repeated in the lower limit of the next class എന്നുള്ള രീതിയിലേക്ക് വരുന്നു. അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ ഭാഗത്ത് വരുന്നത്. നമുക്ക് ഇതിനുമായിട്ട് ഈ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചില പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ വരുന്ന ഓർഗനൈസേഷൻ ഓഫ് ദ ഡാറ്റ എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസേഴ്സുമാണ് ഒന്നുകൂടി ചെക്ക് ചെയ്യുന്നത്. ഇതിൽ മാർച്ച് 2019 വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഗിവ് എക്സാമ്പിൾ ഫോർ ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് ഡാറ്റ. ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയ്ക്കും ക്വാളിറ്റേറ്റീവ് ഡാറ്റയ്ക്കും എക്സാമ്പിൾ എഴുതാൻ പറഞ്ഞു. ഫസ്റ്റ് ചാപ്റ്ററുമായിട്ട് റിലേറ്റഡ് ചെയ്തത് തന്നെയാണ് ഇതും. അപ്പോൾ ഇവിടെ ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷനും ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ എക്സാമ്പിൾ ഇവിടെ കൊടുക്കുന്നുണ്ട്. ആൻസേഴ്സ് നാഷണാലിറ്റി, ലിറ്ററസി, റിലീജിയൻ, ജെൻഡർ, മെറിറ്റ് സ്റ്റാറ്റസ് ഇതൊക്കെ എക്സാമ്പിളാണ്. ദെൻ ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻസിലേക്ക് വരികയാണെങ്കിൽ ഹൈറ്റ്, വെയ്റ്റ്, ഏജ് ഇതൊക്കെ അളന്ന് തിട്ടപ്പെടുത്താൻ നമുക്ക് കഴിയുന്നതാണ് ക്വാണ്ടിറ്റേറ്റീവ്. എന്നാൽ ആട്രിബ്യൂട്ട്സോ അല്ലെങ്കിൽ ക്വാളിറ്റിയൊക്കെ അടിസ്ഥാനത്തിൽ വരുന്നതാണ് ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ. ദെൻ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്കിവിടെ പ്രിപ്പയർ എ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ ഫ്രം ദ ഫോളോയിങ് ഡാറ്റ. ഇവിടെ തന്നിരിക്കുന്ന എക്സ്ക്ലൂസീവ് മെത്തേഡിൽ കാൽക്കുലേറ്റ് ചെയ്യാനാണ്. അപ്പോൾ ഇവിടെ സംഖ്യകൾ തന്നിട്ടുണ്ട്. എക്സ്ക്ലൂസീവ് മെത്തേഡിലാണ് നമ്മൾ. അപ്പോൾ അതിൻ്റെ തന്നിരിക്കുന്ന നമ്പേഴ്സിലെ ലോവസ്റ്റ് നമ്പറും ഹയസ്റ്റ് നമ്പറും കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് അതിൻ്റെ റേഞ്ച് കണ്ടെത്തുന്നു. ആ റേഞ്ച് കണ്ടെത്തിയിട്ട് നമ്മൾ ക്ലാസ് ഇൻ്റർവെൽ എത്ര എടുക്കണം എന്നുള്ളത് തീരുമാനിക്കുന്നു. ഏറ്റവും ആദ്യം തന്നിരിക്കുന്ന നമ്പേഴ്സ് തരികയാണെങ്കിൽ ആ നമ്പേഴ്സിലെ ലോവസ്റ്റ് നമ്പറും ഹയസ്റ്റ് നമ്പറും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക. എന്നിട്ട് എന്ത് കണ്ടെത്തുക? റേഞ്ച് കണ്ടെത്തുക. ആ റേഞ്ച് കിട്ടിക്കഴിഞ്ഞാൽ ക്ലാസ്സിൻ്റെ ഇൻ്റർവെൽ എത്ര വേണം, എത്ര ക്ലാസ് വേണം, ക്ലാസ്സിൻ്റെ ഇൻ്റർവെൽ എത്ര വേണം എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം. അതിനടിസ്ഥാനത്തിൽ നമുക്കിവിടെ പ്രോബ്ലം ചെയ്യാം. പ്രോബ്ലം ചെയ്യുമ്പോൾ ഇവിടെ കണക്ക് എഴുതിയിട്ടുണ്ട്. 0 to 10, 10 to 20, 20 to 30, 30 to 40, 40 to 50, 50 to 60, 60 to 70 എന്ന് കൊടുത്തു. തന്നിരിക്കുന്ന നമ്പേഴ്സിനെ ബേസ് ചെയ്തുകൊണ്ട് ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ അതിൻ്റെ ടാലി മാർക്കുകൾ അടയാളപ്പെടുത്തി. ദെൻ ഫ്രീക്വൻസി അടയാളപ്പെടുത്തി. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 12th ക്വസ്റ്റ്യൻ നോക്കാം. Classes can be arranged in inclusive and exclusive manner. Point out any two features with the help us to distinguish them. 2018 മാർച്ചിൽ വന്ന പരീക്ഷയ്ക്ക് വന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ്. ക്ലാസ്സുകളെ ഇൻക്ലൂസീവ് രീതി ഉപയോഗിച്ചും നമുക്ക് ക്രമീകരിക്കാവുന്നതാണ്. ഈ രീതികളെക്കുറിച്ച് വേർതിരിച്ചറിയുന്നതിന് നമ്മളെ സഹായിക്കുന്ന 2 സവിശേഷതകൾ എഴുതുക. അപ്പോൾ ഇൻക്ലൂസീവ് സീരീസ് നമ്മൾ നേരത്തെ ഇതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തിരുന്ന ഇൻക്ലൂസീവ് സീരീസും എക്സ്ക്ലൂസീവ് സീരീസും എന്താണെന്നുള്ളത്. അപ്പോൾ അതിനെ വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള പ്രത്യേകതകൾ നേരത്തെ ഞാൻ പറഞ്ഞു തന്നിരുന്നു. അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് ഈ ചോദ്യത്തിന് ആൻസർ എഴുതുക. ദെൻ 13th ക്വസ്റ്റ്യൻ നോക്കാം. The details given below showing the height of the 25 participants in a selection test. The minimum required height of the post is 170 cm. Prepare a frequency distribution table by exclusive method by taking the class interval of 5. ഇവിടെ തന്നിരിക്കുന്ന ഇത് കൊടുത്തിട്ടുണ്ട്. ക്ലാസ് ഇൻ്റർവെല്ല് അനുസരിച്ച് കൊണ്ട് 5 എടുത്തുകൊണ്ട് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഇവിടെ ക്ലാസ് ഇൻ്റർവെല്ല് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് എടുക്കാം. 5 ഉപയോഗിച്ചെടുക്കാമെങ്കിൽ 160 to 165, 165 to 170, 170 to 175, 175 to 180 എന്നുള്ള രീതിയിൽ കൊടുക്കുക. എന്നിട്ട് തന്നിരിക്കുന്ന സംഖ്യകളെ ടാലി മാർക്ക് ചെയ്യുക. അതിൻ്റെ ഫ്രീക്വൻസി അടയാളപ്പെടുത്തുക. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് while preparing frequency distribution from the raw data, name the questions we have to address, briefly explain. അവിടെ ബേസ് ചെയ്തുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ നിർമ്മിക്കുമ്പോൾ അതിൻ്റെ ആവശ്യമായിട്ടുള്ള എന്തെല്ലാം ഘടകങ്ങളുണ്ട്. ഇപ്പോൾ ഫൈൻഡ് ദ റേഞ്ച് ഓഫ് ദ ഡാറ്റ കാണണം, ഡിസൈഡ് ദ അപ്രോക്സിമേറ്റ് നമ്പർ ഓഫ് ദ ക്ലാസ്, ഡിറ്റർമിൻ ദ അപ്രോക്സിമേറ്റ് ക്ലാസ് ഇൻ്റർവൽ, സൈസ് ഓഫ് ദ ക്ലാസ്, ഡിസൈഡ് ദ സ്റ്റാർട്ടിംഗ് പോയിന്റ്, ഡിറ്റർമിൻ ദ റിമൈനിങ് ക്ലാസ് ലിമിറ്റ്, ഡിസ്ട്രിബ്യൂട്ട് ദ ഡാറ്റ ഇൻ ടു റെസ്പെക്റ്റീവ് ക്ലാസ്. നമുക്ക് തന്നിരിക്കുന്ന ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ നിർമ്മിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്നുള്ളതാണ് ഈ ചോദ്യത്തിന് ആൻസറായിട്ട് എഴുതേണ്ടത്. ഇനി 15th ക്വസ്റ്റ്യൻ 15th ക്വസ്റ്റ്യൻ നോക്കാം. ദ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ വിത്ത് 2 വേരിയബിൾസ് ഈസ് നോൺ ആസ്. 2 വേരിയബിൾ ആണെങ്കിൽ യൂണിവേരിയേറ്റ് ആണോ, ബൈവേരിയേറ്റ് ആണോ, മൾട്ടിവേരിയേറ്റ് ആണോ? നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ മുന്നേ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്താ, ബൈവേരിയേറ്റ് ഡിസ്ട്രിബ്യൂഷനാണ്. അടുത്തത് 16th ക്വസ്റ്റ്യൻസ്. The blood group of 35 students of a class +1 classes are given below. ഇവിടെ ക്ലാസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ശ്രദ്ധിക്കുക, പല ക്വസ്റ്റ്യൻസിലും നമ്പേഴ്സാണ് തരിക. ഈ ക്വസ്റ്റ്യന് ബ്ലഡ് ഗ്രൂപ്പ് നമ്പേഴ്സുള്ള രൂപത്തിലായിരിക്കും. എ, ബി പോസിറ്റീവ്, ഒ പോസിറ്റീവ്, ഒ നെഗറ്റീവ് എന്നൊക്കെയുള്ള രീതിയിലാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ
പലപ്പോഴും കുട്ടികൾക്ക് തെറ്റാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ നോക്കുക, മാർച്ച് 2015 മെയിൻ എക്സാമിന് വന്നിട്ടുള്ള ചോദ്യമാണിത്. അപ്പോൾ ഇതിൽ നിന്ന് എ പോസിറ്റീവ് ഏതാണ്, ബി പോസിറ്റീവ് ഏതാണെന്നുള്ള രീതിയിൽ നോക്കുക. അപ്പോൾ നമ്മൾ അതിനെ ഫ്രീക്വൻസി അരയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. എ ബി ഒ ബി പോസിറ്റീവ് എന്നുള്ള രീതിയിൽ കൊടുത്ത് എ ബി പോസിറ്റീവ് അല്ലെങ്കിൽ ഒ എന്നുള്ള രീതിയിൽ കൊടുത്തു. എന്നതിനനുസരിച്ച് അതിന് ടാലി മാർക്ക് ചെയ്യുന്നു, ഫ്രീക്വൻസി അടയാളപ്പെടുത്തുന്നു. ദെൻ നെക്സ്റ്റ് വൺ 2013 മാർച്ചിൽ പരീക്ഷയ്ക്ക് വന്നിട്ടുള്ള ചോദ്യമാണ്. പ്രിപ്പയർ എ ഫ്രീക്വൻസി ടേബിൾ ഫ്രം ദ ഫോളോയിങ് ഡാറ്റ. ക്ലാസ് ഇൻ്റർവെൽ 4 എടുക്കാനും കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്പേഴ്സ് തന്നിട്ടുണ്ട്. ആ നമ്പേഴ്സിൻ്റെ ക്ലാസ് ഇൻ്റർവെൽ 4 എടുക്കുക. അപ്പോൾ ലോവസ്റ്റ് ക്ലാസ് ഏതാണ്, നമ്പർ ഏതാണെന്ന് നോക്കുക. അതിനോട് ബന്ധപ്പെട്ട് നമ്മൾ എന്താ ഒരു ക്ലാസ് ഇൻ്റർവെൽ 4 എടുത്തിട്ട് 10 to 14, 14 to 18 ഇങ്ങനെ ക്ലാസ്സുകൾ തയ്യാറാക്കുക. ക്ലാസ്സുകൾ തയ്യാറാക്കിയതിന് ശേഷം ഈ നമ്പേഴ്സ് 10 ഏതിൽ വരുന്നു അതിനനുസരിച്ച് ടാലി മാർക്ക് ചെയ്യുക. ടാലി മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്യുക. ഫ്രീക്വൻസി എഴുതിയാൽ മാത്രം പോരാ, അതിൻ്റെ ടോട്ടൽ ഫ്രീക്വൻസി എത്ര വരുന്നത് എന്നുള്ളത് കൊടുക്കുക. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന എത്ര നമ്പേഴ്സ് ഉണ്ടോ അതേ അത്ര നമ്പേഴ്സിൻ്റെ എണ്ണം തന്നെ ഇതിൽ വരണം. ദെൻ 18th ക്വസ്റ്റ്യൻ, മാർക്ക് സ്കോർഡ് ബൈ ദ 64 സ്റ്റുഡൻസ് ഇൻ എ ടെസ്റ്റ് പേപ്പർ ആർ ഗിവൺ ബിലോ. 64 കുട്ടികൾക്ക് കിട്ടിയ മാർക്കുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിനെ എന്ത് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് നോക്കാം. പ്രിപ്പയർ എ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ ഇൻക്ലൂസീവ് സീരീസ് ആക്കി മാറ്റാനാണ് പറഞ്ഞുള്ളത്. ഇൻക്ലൂസീവ് സീരീസ് ആക്കുമ്പോൾ തന്നിരിക്കുന്ന നമ്പേഴ്സിന് ചേർത്തുകൊണ്ട് നമ്മൾ റിപ്പീറ്റഡ് ആയി മാറരുത്. ക്ലാസ് 0 to 8, 9 to 16 അല്ലെങ്കിൽ 0 to 9, 10 to 19, 20 to 29 എന്നുള്ള രൂപത്തിൽ ഇവിടെ ഈ രീതിയിൽ കൊടുത്ത രീതിയിൽ തന്നെ ചെയ്യണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. അപ്പം നിങ്ങളുടെ ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം, പക്ഷേ ഇൻക്ലൂസീവ് മെത്തേഡിൽ ആയിരിക്കണം എന്നുള്ളത് നോക്കാം. ദെൻ 19th ക്വസ്റ്റ്യൻസ്, മാർക്ക് ഒബ്റ്റൈൻഡ് ബൈ 50 സ്റ്റുഡൻസ് ഇൻ എക്സാമിനേഷൻ. ഇത് 2010 മാർച്ചിൽ വന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് എല്ലാ കൊല്ലം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് ചെയ്ത് പഠിക്കേണ്ടതായിട്ടുള്ളതാണ്. ഞാൻ അപ്പോൾ ഒരേപോലുള്ള ചോദ്യമായതുകൊണ്ട് ഞാനത് വിടുന്നു. ദെൻ ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ്. ഇത് നെക്സ്റ്റ് ചാപ്റ്റർ ആണ്. അപ്പോൾ എന്തായാലും ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ നമുക്ക് പരീക്ഷയ്ക്ക് വന്നിട്ടുള്ളത്, നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ഇനി അടുത്ത ചാപ്റ്ററിലേക്ക് പോകാം.